നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. LBSൻ്റെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ LBSൻ്റെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ LBSൽ ഉൾപ്പെട്ട കോളേജിൻ്റെ കുറച്ച് വിവരങ്ങളും ഫീസിൻ്റെ വിവരങ്ങളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇൻഫർമേഷൻസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഈ ഒരു ഇൻഫർമേഷൻസ് വളരെ വിലപ്പെട്ടതാണ്. LBSൻ്റെ അലോട്ട്മെൻറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കിട്ടിയത് എങ്ങനെയാണ്, ഏത് മോഡിലാണെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണ്, അവരുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, ഏത് കമ്മ്യൂണിറ്റി പെടുന്നവർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നങ്ങനെയുള്ള വിവരങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കോളേജിൽ എത്ര സീറ്റിലേക്കാണ് കുട്ടികൾക്ക് അലോട്ട് ആയേക്കണത്, അതിൽ ആ കോളേജിൽ എത്ര സീറ്റിന് ബാലൻസ് ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനത്ത് കോളേജ് ഇൻഫർമേഷൻ പറയുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലുള്ള കോളേജുകളുടെ ലിസ്റ്റ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് നോക്കുക. ഇനി അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം ഈ പറയുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. അടുത്തത് LBSലെ കോളേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അകത്ത് കോളേജിൻ്റെ പേരുകളും അതുപോലെ തന്നെ മെറിറ്റ് സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റ്, ഫീസ് എന്നിവയാണ്. ഗവൺമെൻറ്റിൻ്റെ ഓൺ നഴ്സിംഗ് കോളേജുകൾ 9 എണ്ണമാണ് ഉള്ളത്. അതിൽ നമുക്ക് സീറ്റുകളുടെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 66 വീതം സീറ്റുകൾ, 82 സീറ്റ് അങ്ങനെയാണ് വരുന്നത്. അതിൽ മൊത്തം മെറിറ്റ് സീറ്റാണ് വരുന്നത്. അവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,070 രൂപയാണ് ഫീസ് വരുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന അടുത്തൊരു കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് കോളേജ് മലബാർ ക്യാൻസർ സെൻറ്ററിലാണ് വരുന്നത്. 20 സീറ്റ് മെറിറ്റും 20 സീറ്റ് മാനേജ്മെൻറ്റിലും ഉൾപ്പെടുന്ന ഒരു കോളേജാണ്. ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസ് വന്ന് 73,025 രൂപയും സ്പെഷ്യൽ ഫീസ് 23,300 രൂപയാണ് ഫീസ് നമുക്ക് വരുന്നത്. ടോട്ടലി 96,325 രൂപ. പിന്നെ നമുക്ക് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, സിമെറ്റ് മുതലായിരിക്കുന്ന കോളേജുകളാണ്. ഈ സെയിം ഫീസിൽ തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ നമുക്ക് NRIയിലേക്ക് വരുമ്പോഴത്തേനും NRI കോട്ടയിലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സിമെറ്റിൽ NRI കോട്ട ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95,000 രൂപ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസ് 23,300 രൂപയാണ് വരുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഈ സെയിം ഫീസ് സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പല കോളേജുകളും പല ഡിസ്ട്രിക്റ്റ് വൈസിൽ നമുക്ക് കോളേജുകളുടെ പേരുകളെല്ലാം കാണാൻ പറ്റും. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ്മെൻറ്റ് സീറ്റ് ഇത്രയാണ്. അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിൽ നമുക്ക് ഉള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ഉള്ള സീറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ടോട്ടൽ 128 നഴ്സിംഗ് കോളേജുകളുടെ പേരും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ എല്ലാ കോളേജിനും ഒരുപോലെ തന്നെയാണ്. ഇതാണ് കേരളത്തിൻ്റെ മെറിറ്റ് ഫീസ് സ്ട്രക്ചർ. ഈ LBSൻ്റെ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ആ വിദ്യാർത്ഥികൾ നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ മാർക്കിനനുസരിച്ച് ഇതേ പോലെയുള്ള മെറിറ്റ് ഫീസിൽ പഠിക്കാനുള്ള അവസരം ഇനിയുമുണ്ട്. അതിനായിട്ടാണെന്നുണ്ടെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതിയവരോ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനത്ത് ഇതേ മെറിറ്റ് ഫീസിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. യൂണിവേഴ്സിറ്റി അതുപോലെയുള്ള ഫീസ് സ്ട്രക്ചർ, ലൊക്കേഷൻ മുതലായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്